ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഉള്ളത് എന്റെ കൂട്ടുകാരിയുടെ വീട്ടിലാണ്. അപ്പൊ എന്നാ ഞാൻ വിചാരിച്ചു എന്റെ കൂട്ടുകാരിയോട് അവൾ എന്നെ എത്ര മനസ്സിലാക്കേണ്ടതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഞാൻ പൊതുവേ ഒരു തുറന്ന പുസ്തകമാണ്, അപ്പൊ അവൾക്കത് മനസ്സിലാവുമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഒരു കൂട്ടുകാരിനെ വിളിക്കണം. അങ്ങനെ എന്റെ കൂട്ടുകാരി വന്നേക്കാണ്. ഹായ് അമലു, ദിസ് ഇസ് അമലു. എന്റെ അടുത്ത് കുറച്ച് പേര് ചോദിക്കലുണ്ട് ആരാണ് ഈ അമൽ എന്ന്. ഇറ്റ്സ് നോട്ട് അമൽ, ഇറ്റ്സ് അമലു. അതെ, അമലല്ല അമലു. അതെ, എന്നോട് എന്നെ പറ്റിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് എന്നെ നീ ഞാനൊരു തുറന്ന പുസ്തകമാണല്ലോ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മറക്കാതിരിക്കാൻ വേണ്ടിട്ട്. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നീ കറക്റ്റ് ആയിട്ട് ആൻസർ തരണം. ഇവൾക്ക് ഇത് പറയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എല്ലാരും ഇവളെ ജഡ്ജ് ചെയ്യണം, കൂട്ടത്തോടെ ഇവളെ ജഡ്ജ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്റെ പേരിന്റെ ഇനീഷ്യൽ എന്താണ്? അവിടെ വരെ അറിയുള്ളൂ. എന്താ ഇനീഷ്യല്? സോറി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എനിക്കറിയില്ല. നാണം കെടുത്തു. എന്താണ് ഇനീഷ്യല്? AV. എന്റെ പേര് ഇന്ദുലക്ഷ്മി AV. AV ഫുൾ ഫോം എന്താ? അക്കരയത്തെ വിജയകുമാരൻ. ഹൗ മെനി ക്ലോസ് ഫ്രണ്ട്സ് ഐ ഹാവ്? 5 to 6 മാക്സിമം. യെസ്, ക്ലോസ് ഇനഫ്. 6. അമലുവിന് 1 point. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട്സ് മൈ ഫേവറേറ്റ് കളർ? ഫേവറേറ്റ് കളർ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. യു ലൈക്ക് ഓൾ കളേഴ്സ്? യെസ് ഗൈസ്, എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ്. പിങ്കിനോട് ചെറിയൊരു ചായവുണ്ട്, പക്ഷെ അത് ഇഷ്ടപ്പെട്ട. അയ്യോ, പിങ്ക്. ഒരു ദിവസം ഞാൻ നോക്കുമ്പോ ഫുൾ ഔട്ട്ഫിറ്റ് പിങ്ക്, തലയിൽ വെച്ചിരിക്കുന്ന റാ സഹിതം പിങ്ക്. പിന്നെ എന്തെങ്കിലും ഷോപ്പിങ്ങിന് പോയാലും പിങ്ക് കളർ കാണുമ്പോഴത്തേക്ക് ഒരു സൈഡ് അത്രേ ഉള്ളൂ. പക്ഷെ അത് ഫേവറേറ്റ് ഒന്നുമല്ല, അല്ലെങ്കിൽ എല്ലാ കളറും ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ഫുഡ്? കഞ്ഞിയല്ലേ ഏറ്റവും ഇഷ്ടം? കഞ്ഞിയാണ് ഇഷ്ടം. എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. എനിക്ക് അതിനൊരു റീസൺ ഉണ്ട്. ആള് വെള്ളം കുടി ഭയങ്കര കുറവാണ്. സോ വെള്ളം കുടി കുറവായതുകൊണ്ട് ആള് കഞ്ഞി കുടിക്കും. അപ്പൊ അതിൽ വെള്ളം ഉണ്ടല്ലോ, സോ അത് ഒന്ന് ചാലിയാക്കാൻ വേണ്ടിയിട്ടാണ് ആള് കഞ്ഞി കുടിക്കുന്നത്. അടുത്തത് വികാര നിർഭരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ലൈഫിൽ ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി? അമ്മ. യെസ്, കറക്റ്റ് ആൻസർ. ഭയങ്കര ക്ലോസ് ആണ് അമ്മയായിട്ട്. അതെ, ഭയങ്കര ക്ലോസ്. വാളെടുത്താൽ അങ്കക്കളി. പക്ഷെ എനിക്ക് എന്റെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. ഞാൻ ലൈഫില് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ലൈഫിൽ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരാള്? ഞാൻ എന്നും ഇങ്ങനെ അങ്ങനത്തെ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ കാണുമ്പോ ഞാനിങ്ങനെ വിഷമിക്കലൊക്കെ ഉണ്ട്. എനിക്കറിയില്ല. എന്റെ മുത്തശ്ശൻ. മറന്നു? ഇവൾ മറന്നു. ഞാൻ ടാറ്റു ചെയ്തിട്ടുണ്ട്, ഇവൾ മറന്നു. നോ അമലോ. മുത്തശ്ശനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും പേടി എന്തൊക്കെയാണ്? ഒന്ന്, ഹൊറർ പടങ്ങള്. ഷീസ് വെരി അഫ്രേഡ് ഓഫ് ഹൊറർ മൂവീസ്. പിന്നെ ആക്സിഡന്റ്സ്, സ്പീഡ്, വണ്ടി, അങ്ങനത്തെ കാര്യങ്ങൾ. സോ അത് നമുക്ക് അധികം സംസാരിക്കേണ്ടായിരിക്കും. ശരിയാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. എന്റെ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ഫിലിംസ്? കോമഡി ഫിലിംസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ദിലീപിന്റെ പഴയ സിനിമകൾ. അതെ, ദിലീപിന്റെ മീശ മാധവൻ, പറക്കും തളിക, പഞ്ചാബി ഹൗസ്, ഇതൊക്കെ കാണുന്നതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. ഞങ്ങൾ ചിൽ ചെയ്യുന്നു കൊച്ചിയിൽ. എങ്ങനെ ഞങ്ങൾ ഈ പടം കാണുന്നു എന്നിട്ട് ചിൽ ചെയ്യുന്നു. എത്ര കണ്ടാലും മതി വരില്ലാത്ത. ഇല്ല, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവീസ് ആണ് കേട്ടോ. അത് അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ. എന്റെ ഫേവറേറ്റ് സീരീസ് ഏതാ? ഇത് പറയുന്നുണ്ട്. ഞാനിവിടെ അടുത്ത് കിടക്കുമ്പോ രാത്രി എന്നും ഈ ഫ്രണ്ട്സ് വെച്ചിട്ടാ കിടന്നുറങ്ങുക. അപ്പോൾ അവള് പറയും ഒന്ന് ഓഫ് ചെയ്യോ. അതെ, അത്രക്ക് ഇഷ്ടമാണ് എനിക്ക് ഫ്രണ്ട്സ് സീരീസ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ സാഡ് ആവുമ്പോഴോ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് മൈൻഡ് ബാഡ് ആവുമ്പോഴോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ഞാൻ ഒന്നെങ്കിൽ നീ ഫ്രണ്ട്സ് സീരീസ് കണ്ടോടെ കിടക്കും. കുറെ ഓൺലൈൻ സൈറ്റ്സ് ഉണ്ട്, അതിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഈവൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പോലും ഈ 2 ഡേയ്സിനിടയിൽ ഷോപ്പ് ചെയ്തു. എന്താണ് അത് ഗൈസ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഹിമാലയയുടെ ബ്രൈറ്റനിങ് വിറ്റാമിൻ സി ഓറഞ്ച് ഫേസ് സിറം ആണ്. അപ്പൊ ഇത് നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ പിഗ്മെന്റേഷനും ഒക്കെ മാറ്റിയിട്ട് ഒരു ഈവൻ ടോൺ തരാൻ വേണ്ടി ഹെൽപ്പ്. ഇതിൽ 5 times മോർ വൈറ്റമിൻ സിയും അതുപോലെ തന്നെ 10 times മോർ നയസിനിമൈഡും ഉണ്ട്. ഇത് ഭയങ്കര പെട്ടെന്ന് അബ്സോർബ് ആവും, അതുപോലെ തന്നെ സ്കിന്നിന് നാച്ചുറൽ ഗ്ലോ കൊടുക്കും. നമ്മളിത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ 2 to 3 ഡ്രോപ്സ് എടുക്കുക, രാവിലെയും വൈകുന്നേരം സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് സർക്കുലർ മോഷനിൽ മേലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ സ്കിന്നുകാർക്കും ഇത് സ്യൂട്ട് ആവും, അതുപോലെ തന്നെ ഡെർമറ്റോളജി ടെസ്റ്റഡും ആണ്. യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം നൈക്ക, ആമസോൺ, ഹിമാലയ, ഫ്ലിപ്കാർട്ട്. ഗ്രേറ്റ് ഡിസ്കൗണ്ട്സ്. അടുത്തത് പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. എനിക്ക് ചെയ്യാൻ ഏറ്റവും മടിയുള്ള കാര്യം? രാവിലെ എണീക്കുന്നത് മുതൽ മടിയാണ്. എല്ലാം മടിയാണ്. ഇവള് വളരെ ആക്റ്റീവ് ആയിട്ടിരുന്ന് മടിയൊക്കെ മാറ്റി വെച്ച് ചെയ്യുന്ന ഒരു പരിപാടിയുള്ളൂ വീഡിയോ എടുക്കല്. ബാക്കി എല്ലാത്തിനും എനിക്ക് മടി. രാവിലെ എണീറ്റ് ഇവള് തുടങ്ങും ഒന്ന് പല്ല് തേക്കുക. എനിക്ക്
ഏറ്റവും മടി പല്ല് തേക്കാനാണ്. ഒരു ഗ്ലാസ് വെള്ളം, ഇത്ര ചെറിയ ഗ്ലാസ്സിൽ വെള്ളം കൊടുത്താൽ പോലും അതൊന്ന് കുടിക്കണമെങ്കിൽ ഒരു 2 മണി. ഇത്തിരി മുന്നേ കൂടി ഞാൻ ചീത്ത പറഞ്ഞിട്ടിരിക്കാം. നമ്മൾ ആക്ച്വലി ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്റെ വിഷമം കൊണ്ട് ഞാൻ പറയും. പാവ എനിക്ക് കുക്കൊക്കെ ചെയ്തിട്ട് എന്നെ മറ്റേ ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കി തരണം, ചീത്ത പറഞ്ഞത് കഴിപ്പിക്കണം എന്നുള്ള അവസ്ഥയാണ്. ഇനി ഇതൊരു ക്യൂരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിനക്ക് അറിയോന്ന് നോക്കട്ടെ. ഞാൻ ഇൻസ്റ്റാഗ്രാമില് എന്റെ ബ്ലോക്ക് ലിസ്റ്റില് അറൌണ്ട്, നമുക്ക് പ്രിസൈസ് ആയിട്ട് വേണ്ട, അറൌണ്ട് എത്ര പേരുണ്ടായിരിക്കും ബ്ലോക്ക് ലിസ്റ്റില്? എങ്ങനെ പോലും ഒരു 1000+ ഉണ്ടാവും. നിന്റെ സ്വഭാവത്തിന് ഒരു 1000+ എന്തായാലും ഉണ്ടാവും. ഉണ്ട്. ഞാനത് ഭയങ്കര സംഭവമായിട്ട് പറയുന്നില്ല, പക്ഷെ എനിക്ക് എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ ഞാൻ അപ്പൊ ബ്ലോക്ക് ചെയ്യും. സത്യമായിട്ട് എന്റെ ഫ്രണ്ട്സിനെ വരെ ഞാൻ ബ്ലോക്ക് ചെയ്യലുണ്ട്. എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ അപ്പൊ ബ്ലോക്ക്. ഇനി അടുത്തതാണ് ഈ സെഗ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോണത്. ഹൗ മച്ച് ഐ ലവ് യു. അതെങ്ങനെയുണ്ട്? ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം, പക്ഷെ ഇങ്ങനെ നിന്ന് സ്നേഹിക്കണമെന്നില്ല. നീ വീട്ടിൽ പോയിരുന്ന് എന്നെ സ്നേഹിച്ചാലും മതി കേട്ടോ. ഇവൾക്ക് ഒരുപാട് എന്നെ മനസ്സിലായിരിക്കുന്നു എന്ന് എനിക്ക് സെഗ്മെന്റ് കഴിഞ്ഞപ്പോ മനസ്സിലായി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അവള് ചാറ്റ പറയും. അതുകൊണ്ട് അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ആസ് എ ഫ്രണ്ട് ഇവൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. അധികം നാളെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഈ ബന്ധം നിലനിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ ബൈ.